ഹലോ എവരിവൺ, ഇതെൻ്റെ ബ്രൈഡ് രേഷ്മ. ആളുടെ ഫ്രണ്ട്സൊക്കെ എഗ്രി ചെയ്ത ഈ ഒരു മേക്ക് ഓവർ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടാലോ. ആൾക്കിന്ന് എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്യുന്നത്. പ്രിപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ദെൻ ലെൻസ് വെച്ചിട്ടുണ്ട്. ആൾക്ക് പവർ ലെൻസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലെയിൻ ഷെയ്ഡാണ് കേട്ടോ. ദെൻ നമ്മൾ ടോണർ അപ്ലൈ ചെയ്തു. എപ്പോഴത്തെയും പോലെ എംബ്രോയിസിൻ്റെ മോയ്സ്ചറൈസറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഐയുടെ ഭാഗം കൺസീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർട്ടിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫേസിലുണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്കിൻ്റെ കൺസീലർ പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാക്കിൻ്റെ ക്രീം ഫൗണ്ടേഷനാണ് ഫസ്റ്റ് ബേസായിട്ട് ആളുടെ ഫേസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എപ്പോഴും പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ അതൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് പ്രൊഡക്റ്റ് എല്ലാം ഈവൻ ആയിട്ട് ഫേസിൽ അപ്ലൈ ആയി എന്ന് തോന്നുന്നത് ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴാണ്. നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചും ചെയ്യാം, പക്ഷെ കൂടുതൽ പ്രൊഡക്റ്റ് ഫേസിലേക്ക് വരുന്ന ഒരു ഫീലാണ്. സോ ഞാൻ ബ്രഷ് ഉപയോഗിച്ച് മാക്സിമം ഏരിയ കവർ ചെയ്തിട്ട് ദെൻ അതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ബേസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എയർ ബ്രഷ് യൂസ് ചെയ്യുന്നത്. അത് ഐവാട്ടയുടെ എയർ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൈക്കയുടെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ആളുടെ ഐബ്രോസ് നല്ല ഫൈൻ ഹെയർസ് ആയിരുന്നു. ഒരുപാട് ഡാർക്ക് ആക്കാതെ ഒരു ബ്രൗണും ഡാർക്ക് ബ്രൗണെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഐബ്രോസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊന്ന് ഹൈലൈറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹുദ ബ്യൂട്ടിയുടെ പാലറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 3 പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂഡ് യൂസ് ചെയ്യുന്നുണ്ട്, റോസ് ഗോൾഡ്, അതുപോലെ നോട്ടി എന്ന് പറഞ്ഞ 3 പാലറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഷെയ്ഡ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. ബ്രൈഡൽ മേക്കപ്പിന് പറ്റിയ ഒരുപാട് ഷിമ്മേഴ്സും ഷെയ്ഡ്സൊക്കെ ആ പാലറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇൻക്ലോട്ടിൻ്റെ കാജലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ യൂറോ പാരിസിൻ്റെ 54 എന്നുള്ള ഒരു ലാഷസാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ ആ ലാഷ് നമുക്ക് തരുന്നത്. കോണ്ടോറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെനഫിറ്റിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് പൗഡർ ബേസ്ഡ് ആയതുകൊണ്ടിട്ട് ബ്ലെൻഡിങ് ഭയങ്കര ഈസിയാണ്. റെയർ ബ്യൂട്ടിയുടെ ലിക്വിഡ് ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ലിപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്പ് പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് PSCയുടെ ആണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് നമ്മൾ മാക്കിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ലിപ് ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്കിൻ്റെ ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഹൈലൈറ്റർ തരുന്നത്. ചീക്ക്, ചിന്ന്, ഫോർഹെഡൊക്കെ നന്നായിട്ട് ഞാൻ ഹൈലൈറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അർബൻ ടെക്കയുടെ ഓൾ നൈറ്റർ എന്നുള്ള ഫിക്സിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഹെയറും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ആൾ ഓൾറെഡി ബാക്കിലേക്കാണ് എപ്പോഴും കോംബ് ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റൈലിൽ തന്നെ ബാക്കിലേക്ക് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാരിക്ക് സ്യൂട്ടായിട്ട് നമ്മൾ ഒരു വേണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ജിപ്സം ഫ്ലവറും റോസ് പെറ്റൽസും കൂടെ മിക്സ് ചെയ്തിട്ട് വാങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ ഫിക്സ് ചെയ്തു. ദെൻ ബാക്കി പോർഷൻ നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ട് കവർ ചെയ്യുകയാണ് കേട്ടോ.
ഫ്ലവർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഹെയർ ആക്സറീസും കൂടി പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ആ ഇൻ പോർഷനിൽ നമ്മളിങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ നമ്മളിങ്ങനെ ഹെയർ 2 പോർഷനിലായിട്ട് ഇട്ടിട്ട് അതൊന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആൾക്ക് പിന്നെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ഹെയർ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഓർണമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രേഷ്മയുടെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രേഷ്മയുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ആളുടെ കമ്മലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ബ്രൈഡ് ജിമിക്കല്ലാതെ ഒരു കമ്മൽ പെയർ ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. ആക്ച്വലി ഇത് പുറത്ത് നോക്കുമ്പോൾ ഒരു ജിമിക്ക സ്റ്റൈലുള്ളതുകൊണ്ട് ഓക്കെ. സാരി ആണെങ്കിലും വളരെ നീറ്റായിട്ട് ബോഡി ഹഗ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ആളുടെ ഫ്ലവറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സം ഫ്ലവറും റോസ് പെറ്റൽസും അങ്ങനെ വച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ രേഷ്മയുടെ ബാംഗിൾസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ റെഡ് കളർ മിക്സ് ചെയ്തിട്ടേക്കുന്ന ബാംഗിൾ ഉണ്ടല്ലോ, അത് ആളുടെ കൈക്ക് ഭയങ്കര ചെറുതായിരുന്നു. അപ്പം ബാക്കി വളകൾ വലുതുമായിരുന്നു. സോ അതിങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഉള്ളിലേക്ക് പോയി കിടക്കുമായിരുന്നു. എപ്പോഴും ബ്രൈഡ്സ് ബാംഗിൾസൊക്കെ വാങ്ങാൻ നേരത്ത് കറക്റ്റ് മെഷർമെൻറ്റിലാണെന്നുണ്ടെങ്കിലേ നമുക്ക് ബാംഗിൾസൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും രേഷ്മയുടെ ഈ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൊച്ചിയിൽ തന്നെയായിരുന്നു കേട്ടോ ഈ വർക്ക് ഉണ്ടായിരുന്നത്. സോ എനിക്ക് പോയി വരാനൊക്കെ വളരെ ഈസി ആയിരുന്നു. നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ്. നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ അവിടെ വന്ന് നമ്മൾ സർവീസ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പാക്കേജിൽ ഹിപ്പ് ചെയിൻ, ചുട്ടി, മാട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്.